അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. യോക്കിൻ്റെ ക്ലോസ് വ്യൂ ഞാൻ ഒന്ന് കാണിക്കാം. ഇത്രയധികം ആണ് നമ്മുടെ യോക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു യോക്കിനകത്ത് നമ്മൾ കൂടുതലും മിറേഴ്സും അതോടൊപ്പം പല പല സൈസിലുള്ള മിറേഴ്സും അതോടൊപ്പം തന്നെ കട്ട് ബീഡ്സും ഒക്കെ ആയിട്ട് വെച്ചിട്ടാണ് ഈ ഒരു കുർത്തീൻ്റെ യോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെ വരും. 47 ലെങ്ത് ആണ് വരുന്നത്. അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. അതോടൊപ്പം തന്നെ സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു യോക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന അടുത്തൊരു ബ്ലാക്ക് കളറിലുള്ള പൈപ്പിങ്ങും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് പാർട്ട് വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ? ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇത് ശരിക്കും പലാസോയിൻ്റെ കൂടെയും അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സിൽക്ക് കുർത്തിയാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് അടുത്ത കോമ്പിനേഷനൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതും ഞാൻ വേറെ ഇരിക്കുന്ന സെയിം കോമ്പിനേഷനാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ യോക്ക് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ യോക്കിൻ്റെ ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ടും മിറേഴ്സ്, പല പല ഷേപ്പിലുള്ള മിറേഴ്സും അതോടൊപ്പം തന്നെ ഒരു ആൻറ്റിക് ഫിനിഷിൽ വന്നിട്ടുള്ള കട്ട് ബീഡ്സും ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ പൈപ്പിങ്ങും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47ഓളം ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ് ആണ് ഈ ഒരു കുർത്തിയിൽ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു യോക്ക് പോർഷനിൽ മെയിൻലി ഡിഫറെൻറ്റ് സൈസിലുള്ള മിറേഴ്സ് ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിൽ ഇതുപോലെ തന്നെ ഒരു പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് പാർട്ട് വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. എപ്പോഴും കിട്ടുന്നൊരു കോമ്പിനേഷനല്ല. ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനാണ്. ഇങ്ങനത്തെ കോമ്പിനേഷൻ നമുക്ക് എപ്പോഴും കിട്ടത്തില്ല. റെഡ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു റെഡാണ്. ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള റെഡല്ല. യോക്ക് വന്നിട്ട് നല്ല ഭംഗിയില്ല ടസർ സിൽക്കിൽ തന്നെ വന്നിട്ടുള്ളൊരു ബ്ലൂ കളറിലുള്ള പാച്ച് വെച്ചിട്ട് അതിൽ മെയിൻലി മിറേഴ്സും അതുപോലെ തന്നെ DC ഡിസൈൻസും കട്ട് ബീഡ്സും ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പൈപ്പിങ്ങും കൂടി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതാണ് കുർത്തീൻ്റെ ക്ലോസ് വ്യൂ. പിന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47ഓളം ലെങ്ത് വരുന്നുണ്ട്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു കുർത്തി വരുന്നത്. സ്ലീവ് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ പാച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്, കാരണം സീ ത്രൂ അല്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കുർത്തീൻ്റെ യോക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയിലാണ് ഡിസൈനും കാര്യങ്ങളും ഹാൻഡ് വർക്ക് ആണെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പൈപ്പിങ്ങും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഇങ്ങനത്തെ കളർ കോമ്പിനേഷൻസ് ഒക്കെ. ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതും നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ്. യോക്ക് പോർഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ കട്ട് ബീഡ്സും പല പല ഷേപ്പിൽ വന്നിട്ടുള്ള മിറേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു യോക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ പൈപ്പിങ്ങും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ഇതുപോലെയാണ് വരുന്നത്. 47ഓളം ലെങ്ത് വരുന്നുണ്ട്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു ടോപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ഒരു പാച്ചും കൊടുത്തിട്ടുണ്ട്. കുർത്തി വന്നിട്ട് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ചതിൽ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.